വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ചാർട്ടാണ് ട്രേഡിംഗ് വ്യൂവിൽ. ഇന്ന് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 11-ാമത്തെ മാസം 11-ാം തീയതി 2025. സോ നവംബർ മാസമാണ് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഏറെക്കുറെ 8:20 ലേറ്റായിപ്പോയി. ഓക്കെ, ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ 60 രൂപയാണ്. ഇത് ഈ ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ ഡേ ഓപ്പണും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്പൺ സ്ട്രാറ്റജി, മാർക്കറ്റ് പ്രൊഫൈലിനെ ബേസ് ചെയ്ത് ഓപ്പൺ സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ നമുക്ക് 750 മുകളിൽ സസ്റ്റെയിൻ ആകുകയും, നമ്മൾ ഈ പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ ഇതിനു മുന്നേ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു കോൺസെപ്റ്റ്, അതായത് ഒരു സെറ്റപ്പ്, അതായത് ഏത് സ്ട്രൈക്കാണെങ്കിലും സിയുടെ ഓപ്പൺ എബോവ് നിൽക്കണം, പ്രീവിയസ് ഡേ ക്ലോസിന് എബോവ് നിൽക്കണം, പ്രീവിയസ് ഡേ ഹൈ PDCക്ക് മുകളിൽ സസ്റ്റെയിൻ ആകണം. എങ്കിൽ നമുക്ക് വൺ സൈഡ് മൂവ് മുകളിലോട്ട് തന്നെ നോക്കാം. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? മുകളിലോട്ട് വൺ സൈഡ് തന്നെ നമുക്ക് നോക്കാം. കാരണം ഈ മാസം നവംബർ മാസം കോൺട്രാക്റ്റ് തുടങ്ങിയത് ഒക്ടോബർ 29-30 തീയതി അടുപ്പിച്ചാണ് നവംബർ കോൺട്രാക്റ്റ് തുടങ്ങി. അപ്പോൾ നിങ്ങളിത് കണ്ടറിയാം, ഞാനിങ്ങനെ ചെറുതാക്കാം ചാർട്ട്. കണ്ടോ, ഈ ഒരു ഡൗൺ മൂവ് ഉണ്ടല്ലോ, ഈ 31 ഒക്ടോബർ ഈ ദിവസം മുതൽ 30 ഒക്ടോബർ മുതൽ താഴോട്ടുള്ള ഒരു ഡൗൺ മൂവ് ഉണ്ടല്ലോ. ഈ കാൾ സെല്ലേഴ്സ് പേടിച്ചാൽ വൺ സൈഡ് മൂവ് മുകളിലോട്ട് പോകും. ഇതാണ് സിമ്പിൾ. നമുക്ക് ചാർട്ടിനെ പഠിക്കാനായിട്ടും ചാർട്ട് റീഡ് ചെയ്യാനായിട്ടും സിമ്പിളായിട്ടുള്ളൊരു സെറ്റപ്പാണിത്. കാര്യത്തിൽ ഈ കാൾ സെല്ല് ചെയ്ത ആൾക്കാർ, കാര്യത്തിൽ ഈ സെല്ലേഴ്സ് എപ്പോഴും കുറച്ച് വലിയ സെല്ലേഴ്സ്, അതായത് വലിയ എമൗണ്ടൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് സെല്ല് ചെയ്യുന്ന ആൾക്കാർ, ലോട്ട് സൈസിലൊക്കെ, അവർ നമ്മളെപ്പോലെ ഇൻട്രാഡേ ചെയ്യത്തില്ല. അവർ ക്വാർട്ടർലി ചെയ്യും, അല്ലെങ്കിൽ മന്ത്ലി ചെയ്യും. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. വീക്ക്ലി ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. അവർ മെയിൻലി ക്വാർട്ടർലിയാണ് ചെയ്യുന്നത്, 3 മാസത്തിലൊരിക്കൽ. പിന്നെ ചെയ്യുന്നത് മന്ത്ലി കോൺട്രാക്റ്റൊക്കെ ബേസ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇത് മന്ത്ലി ഈ നവംബർ മാസത്തിൻ്റെ തുടങ്ങിയപ്പോൾ തന്നെ ഈ 1, 2, 3, 4, 5 ഈ 5 ദിവസം ഈ താഴോട്ടുള്ള നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ സ്പോട്ടിൻ്റെയും താഴോട്ടുള്ള ഈ മൂവ് ഇവിടെ വന്ന് നമുക്ക് സൈഡ് വേസ് ആയിട്ട് നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? ഇവിടെ വന്നിട്ട് നമുക്ക് സൈഡ് വേസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവർ പേടിക്കണമെന്നുണ്ടെങ്കിൽ, ഈ കാൾ സെല്ലേഴ്സ് പേടിച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുക? അൺവൈൻഡിങ് എന്ന് പറയും. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാണ്, അൺവൈൻഡിങ്. അപ്പോൾ അവർ കാൾ സെല്ലേഴ്സ് പേടിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അവരുടെ പൊസിഷനിൽ നിന്ന് അവർ എക്സിറ്റ് ആകണം. അപ്പോൾ പൊസിഷനിൽ നിന്ന് എക്സിറ്റ് ആകണം എന്നുണ്ടെങ്കിൽ ആ വിറ്റ ആൾക്കാർ ബൈ ചെയ്യണം, അല്ലേ? കാൾ ബൈ ചെയ്യണം. ഇതാണ് കോൺസെപ്റ്റ്. എങ്കിൽ വൺ സൈഡ് മൂവ് പോകാൻ. അപ്പോൾ അവർ പേടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ സെറ്റപ്പ് ഇതിനകത്ത് വേണം. സോ ഇതൊരു സിമ്പിൾ സെറ്റപ്പാണ്. നിങ്ങൾ നോക്കിക്കോളൂ. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.